ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് സ്പേസ്. പോർച്ചുഗൽ 5 ഉസ്ബെക്കിസ്ഥാൻ 0. പോർച്ചുഗൽ അങ്ങനെ വേൾഡ് കപ്പിൽ ആദ്യത്തെ വിന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻലി ക്രിസ്ത്യാനോ റൊണാൾഡോ ഹാസ് സ്കോർഡ് ഫോർ പോർച്ചുഗൽ. കളിയുടെ തുടക്കത്തിൽ തന്നെ ഈ കളി പോർച്ചുഗൽ തോക്കുന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായതാണ്. നല്ല രീതിക്ക് തന്നെ അറ്റാക്ക് ചെയ്താണ് പോർച്ചുഗൽ കളിക്കുന്നത്. പോർച്ചുഗൽ ലൈനപ്പിലേക്ക് വരുന്ന മാറ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ റൂബൻ ഡയാസ് തോമസ് അറോഗിന് പകരം ടീമിലേക്ക് വരുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ജാവോ ഫെലിക്സ് ബെർണാഡോ സിൽവയ്ക്ക് പകരം സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരുന്നുണ്ട്. കളിയുടെ തുടക്കത്തിൽ തന്നെ പോർച്ചുഗൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്താണ് കളിക്കുന്നത്. മൂന്നാമത്തെ മിനിറ്റ് തന്നെ റൊണാൾഡോ ചാൻസ് കിട്ടുന്നുണ്ട്. ന്യൂനോ മെൻഡസിന്റെ ഒരു ലോ ക്രോസ് റൊണാൾഡോ അറ്റംപ്റ്റ് ചെയ്യാണ്, പക്ഷേ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയും, 5-ാമത്തെ മിനിറ്റ് തന്നെ റൊണാൾഡോ ഗോൾ സ്കോർ ചെയ്യാണ്. ജാവോ കാൻസലിന്റെ ഒരു ക്രോസിൽ ഒരു കിഡിലൻ ഫിനിഷിലൂടെ റൊണാൾഡോ ഫസ്റ്റ് ഗോൾ സ്കോർ ആണ് ഈ വേൾഡ് കപ്പിൽ. അങ്ങനെ ഈ ഗോളോട് കൂടിയിട്ട് 6 വേൾഡ് കപ്പിൽ സ്കോർ ചെയ്യാനുള്ള റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കാണ്. ഇത് കഴിഞ്ഞ് 17-ാമത്തെ മിനിറ്റിലാണ് പോർച്ചുഗൽ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. എഡ്ജ് ഓഫ് ദ ബോക്സിന് കിട്ടിയ ഒരു ഫ്രീ കിക്ക് റൊണാൾഡോ ഡീക്കോയായി നിന്നിട്ട് ന്യൂനോ മെൻഡസ് ആണ് പോർച്ചുഗൽ വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഉസ്ബെക്കിസ്ഥാൻ ഒരു കിഡിലൻ ഗോൾ അടിക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ ബിൽഡപ്പിൽ ഒരു ഫൗൾ ഇൻവോൾവ് ആയതുകൊണ്ട് ആ ഗോൾ ഓവർ ടൈം ആവുകയാണ്. ഹാഫ് ടൈമിന് മുമ്പ് തന്നെ റൊണാൾഡോ ബ്രേസ് കംപ്ലീറ്റ് ആണ്. ബ്രൂണോന്റെ ഒരു കിഡിലൻ പാസ് ഒരു വെൽ പ്ലേസ്ഡ് ഫിനിഷിലൂടെ റൊണാൾഡോ രണ്ടാമത്തെ ഗോൾ കണ്ടെത്താണ്. ഇത് കഴിഞ്ഞ് ഭൂരിഭാഗം ആൾക്കാരും കാത്തിരുന്ന റൊണാൾഡോ ഹാട്രിക് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. ഒരുപാട് ചാൻസ് റൊണാൾഡോന് കിട്ടുന്നുണ്ട്, പക്ഷേ ഇവഞ്ചലി പുള്ളിക്കാരനെ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. 58-ാമത്തെ മിനിറ്റിലാണ് ഒരു കിഡിലൻ ചാൻസ് റൊണാൾഡോയ്ക്ക് കിട്ടുന്നത്. ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഫ്രീ കിക്ക് പോർച്ചുഗൽ എടുക്കുകയാണ്. ബ്രൂണോ ചിപ്പ് ചെയ്ത് കൊടുത്ത പാസ് റൊണാൾഡോ കണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഗോൾ കീപ്പർ അഡ്വാൻസ് ആയി കയറി വന്നാൽ സേവ് ചെയ്യാണ്. ഇത് കൂടാതെ പോർച്ചുഗൽ 2 ഗോൾ അടിക്കുന്നുണ്ട്. അതിൽ ഒരു ഗോൾ അടിക്കുന്ന റാഫേലിയോ ആണ്, മറ്റേ ഗോൾ ക്രിസ്ത്യാനോന്റെ പേരിൽ ഒരു ഓൺ ഗോൾ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇന്നലത്തെ മാച്ചോട് കൂട്ടിയിട്ട് ഒരുപാട് റെക്കോർഡ് അണ്ണന്റെ പേരിലാകാണ്. 6 വേൾഡ് കപ്പിൽ സ്കോർ ചെയ്യാനുള്ള റെക്കോർഡ് റൊണാൾഡോന്റെ പേരിലാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ ബ്രേസ് അടിച്ചതോട് കൂടിയിട്ട് 10 വേൾഡ് കപ്പ് ഗോളാണ് റൊണാൾഡോ അടിക്കുന്നത്. അതോട് കൂടിയിട്ട് പോർച്ചുഗലിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന റെക്കോർഡും റൊണാൾഡോന്റെ പേരിലാകാണ്. അതേപോലെ ഇന്നലത്തെ ഗോളോട് കൂടിയിട്ട് സെക്കൻഡ് ഓൾഡസ്റ്റ് പ്ലെയർ ടു സ്കോർ ഇൻ എ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ റെക്കോർഡ് റൊണാൾഡോയുടെ പേരിലാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻലി ഈ റെക്കോർഡിനൊക്കെ പുറമെ ഗ്രൂപ്പ് കയറി നല്ലൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് പോർച്ചുഗലിന് പറ്റുകയാണ്. ഇന്നലെ ഗ്രൂപ്പിൽ നടന്ന വേറെ മാച്ചിൽ കൊളംബിയയും ഡിആർ കോങ്കോ നടന്ന മാച്ചിൽ കൊളംബിയ 1-0 എന്ന സ്കോറിന് ജയിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ കൊളംബിയ ആണ് ഗ്രൂപ്പിൽ ഫസ്റ്റ്. പക്ഷേ പോർച്ചുഗലും കൊളംബിയാണ് ലാസ്റ്റ് മാച്ചിൽ കളിക്കേണ്ടത്. അപ്പം ഗ്രൂപ്പ് 4 ഫസ്റ്റ് ഫിനിഷ് ചെയ്യാന്നുള്ളത് ആ മാച്ചിലോട് കൂടി നമുക്ക് അറിയാൻ പറ്റും. ഇന്നലെ നടന്ന വേറെ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് ഗാന 0 എന്ന് പറഞ്ഞ സ്കോർ ലൈനിലാണ് ആ കളി അവസാനിക്കുന്നത്. 79% പൊസിഷൻ ഇംഗ്ലണ്ടിന്റെ കയ്യിലുണ്ടായിരുന്നു. 19 ഷോട്ട് ഇംഗ്ലണ്ട് എടുക്കുന്നുണ്ട്. നിരവധി സെറ്റ് പീസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. കോർണർ ആയി കഴിഞ്ഞാലും അതേപോലെ ഫ്രീ കഴിഞ്ഞാലും അങ്ങനെ പല ഓപ്പർച്യൂണിറ്റി ഇംഗ്ലണ്ടിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിന് അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്നലെ ഗ്രൂപ്പിൽ നടന്ന വേറെ മാച്ചിൽ പനാമേനെ ക്രൊയേഷ്യ 1-0 എന്ന് പറഞ്ഞ സ്കോർ ലൈനിൽ തോൽപ്പിക്കുന്നുണ്ട്. ഗുദിമിർ ആണ് ക്രൊയേഷ്യക്ക് വേണ്ടി വിന്നിംഗ് ഗോൾ അടിക്കുന്നത്. ഇതോട് കൂടിയിട്ട് ഗാനയ്ക്കും ഇംഗ്ലണ്ടിനും 4 പോയിന്റ് വീതമുണ്ട്. അതേപോലെ ക്രൊയേഷ്യയ്ക്കും 3 പോയിന്റ് ഉണ്ട്. പനാമയ്ക്ക് പോയിന്റുകളൊന്നുമില്ല. അപ്പൊ ഗ്രൂപ്പിൽ എന്തായാലും ക്വാളിഫൈ ആയാൽ ഇംഗ്ലണ്ടിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം പോയിന്റ് ഒന്നും നേടാത്ത പനാമയ്ക്കെതിരെയാണ് ലാസ്റ്റ് മാച്ചിൽ ഇംഗ്ലണ്ടിന് കളിക്കാനുള്ളത്. പനാമയ്ക്ക് പോയിന്റ് ഒന്നും ഇല്ലെങ്കിലും ഇന്നലെ ക്രൊയേഷ്യക്കെതിരെ നല്ല രീതിയിലാണ് പനാമ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിന്റെ ടീമൊക്കെ വെച്ച് നോക്കുമ്പോൾ പനാമയെ സുഖമായിട്ട് ഇംഗ്ലണ്ട് തോൽപ്പിക്കുകയാണ്. അപ്പൊ ഗ്രൂപ്പിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യാനുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ മാച്ചസ് ഒക്കെ കണ്ടാലാണ് നിങ്ങളുടെ ഒപ്പീനിയൻ തോട്ട്സും കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം.